വലിയ സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത്. ഒരു സംഘർഷം ഉണ്ടായില്ല. അവിടെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത്. എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇതുപോലെ ആത്മസംയമനം പാലിച്ച ഒരനുഭവം ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ചരിത്രത്തിലില്ല എന്ന് എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീഡിയക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. മീഡിയ അതാ ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ വി.ഡി. സതീശൻ പറഞ്ഞതേ, അതായത് ഇനി തൊട്ട് തിരിച്ചടി തുടങ്ങും എന്നാണ് പറഞ്ഞത്. അത് കല്യാശ്ശേരി തുടങ്ങും എന്ന രീതിയിലേക്കുള്ള ഒരു പ്രകോപനം വൈകാരികമായി അതിലൊന്നും ഞാൻ തിരിച്ചടിയോ അടിയോ ഒന്നും അല്ല ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവർ കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന് നേരെ കടന്നാക്രമണം നടത്തുകയില്ല. പോലീസിനെ അടിച്ച് പരിക്കേൽപ്പിക്കുക, അവരുടെ എല്ലാ സാധന സാമഗ്രികളും പിടിച്ചെടുക്കുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ഇതുവരെ സാധാരണ കേട്ട കേൾവിയുള്ളതല്ല. ഇത് തികച്ചും തെറ്റായ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ രീതിയിലുള്ളതല്ല. വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടില്ല, അതൊക്കെ ശരിയായിരിക്കും, നടന്നോളൂ. രീതിയിൽ എന്തെങ്കിലും പ്രകോപനം സർക്കാർ ഇനിയിപ്പോൾ അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകും.